കേന്ദ്ര സർക്കാരിന്റെ പരിവാഹൻ പോർട്ടലിലെ ഡാറ്റ ചോരുന്ന ടെലഗ്രാം ബോട്ടിലേക്ക് ആളുകളുടെ തള്ളിക്കയറ്റം. പൗരന്മാരുടെ സ്വകാര്യ വിവരങ്ങളും വാഹനത്തിന്റെ വിവരങ്ങളും ചോരുന്ന ടെലഗ്രാം ബോട്ടിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 30,000-ലധികം വരിക്കാരാണ് പുതുതായി എത്തിയത്. ഗുരുതര സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടും കേന്ദ്ര ഗതാഗത വകുപ്പ് ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഹാക്കർമാർ പരിവാഹൻ പോർട്ടലിലെ ഡാറ്റ ചോർത്തിയ വാർത്ത ന്യൂസ് മലയാളമാണ് ആദ്യം പ്രേക്ഷകരെ അറിയിച്ചത്. കഴിഞ്ഞ ദിവസം ന്യൂസ് മലയാളം വാർത്ത പുറത്തുവിടുന്ന സമയത്ത് 32,000-ലധികം വരിക്കാരായിരുന്നു ബോട്ടിലുണ്ടായിരുന്നത്. വാർത്ത പുറത്തുവിട്ട് 24 മണിക്കൂറിനുള്ളിൽ 30,000-ലധികം വരിക്കാരാണ് ഈ നിയമവിരുദ്ധ ടെലഗ്രാം ബോട്ടിലേക്ക് പുതുതായി എത്തിയത്. പരിവാഹൻ പോർട്ടലിൽ പൊതുജനങ്ങൾക്ക് വാഹനങ്ങളുടെ വിവരങ്ങൾ പരിമിതമായി മാത്രമേ കിട്ടുകയുള്ളൂ. എന്നാൽ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ ടെലഗ്രാം ബോട്ടിൽ നൽകിക്കഴിഞ്ഞാൽ പൊതുജനത്തിന് ലഭിക്കാത്ത 40-ലധികം വിവരങ്ങളും പൗരന്റെ സ്വകാര്യ വിവരങ്ങളും ഫോൺ നമ്പരുമടക്കം ഈ നിയമവിരുദ്ധ ബോട്ടിൽ ലഭ്യമാണ്. ഏതൊരു വ്യക്തിക്കും 2 തവണ ടെലഗ്രാം ബോട്ടിൽ ഏത് വാഹനത്തിന്റെയും നമ്പർ നൽകിക്കഴിഞ്ഞാൽ സൗജന്യമായി വിവരങ്ങൾ ലഭിക്കുമായിരുന്നു. നിലവിൽ UPI സംവിധാനത്തിലൂടെ പണം നൽകിയാൽ ബോട്ടിൽ നിന്ന് സ്വകാര്യ വിവരങ്ങൾ ലഭിക്കാനുള്ള സംവിധാനവും ഒരുങ്ങിക്കഴിഞ്ഞു. ഗുരുതരമായ സുരക്ഷാ വീഴ്ചയും ഡാറ്റ ചോർച്ചയും നടന്നിട്ട് കേന്ദ്ര IT ഗതാഗത വകുപ്പുകൾ കണ്ട ഭാവം നടിക്കുന്നതേയില്ല. ഡിജിറ്റൽ സാക്ഷരത നേടിയെന്ന് അവകാശപ്പെടുന്ന രാജ്യത്തെ സൈബർ സുരക്ഷാ സംവിധാനങ്ങൾ എത്ര ദുർബലമാണെന്നും ഈ ഡാറ്റ ചോർച്ച കാണിച്ചു തരുന്നു. ന്യൂസ് മലയാളം, കോഴിക്കോട്.